നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പകര. ഇന്ന് നമ്മൾ കളരിപ്പയറ്റുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് പറയുന്നത്. എന്നാൽ കളരി നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ പലതരത്തിലുള്ള മാർഷാട്ടുകളിലും പലതരത്തിലുള്ള ക്വാളിറ്റീസ് നമുക്കുണ്ടാവും. ആ ഗുഡ് ക്വാളിറ്റീസ് എല്ലാം കൂടെ നമ്മൾ പഠിക്കുന്ന ആർട്ടിലേക്ക് അപ്ലൈ ചെയ്താൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് എൻ്റെ കഴിഞ്ഞ ഇത്രയും വർഷത്തെ ഒരു പരിശീലന കാലാവധി കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് എടുക്കുന്നത് വിങ് ചുൻ എന്ന് പറഞ്ഞൊരു കുങ്ഫുവിൽ സെൻട്രൽ ലൈൻ തിയറി ഉണ്ട്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അല്ല, ഏതാണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവും. മറ്റ് മാർഷാട്ടുകൾ പഠിക്കുന്നവർക്ക് അതിൻ്റെ ബെനിഫിറ്റുകൾ കിട്ടാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് സെൻട്രൽ ലൈൻ തിയറി എന്നും അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നും അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്നുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നേരെ വീഡിയോയിൽ. ഇപ്പോൾ ഒരാളുടെ സെൻട്രൽ ലൈൻ റെൻ ചാനൽ എന്നൊക്കെ നമ്മൾ പറയും. ആ ചാനലിൽ അക്യുപഞ്ചറിലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം. അക്യുപഞ്ചറിൽ ഇപ്പോൾ നമ്മൾ സെൻട്രൽ ലൈൻ ഉദ്ദേശിക്കുന്നത് ഒരാളെ നേരെ ഇങ്ങനെ സെൻറ്റർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവുമോ അതായിരിക്കും സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. ബേസിക്കലി രണ്ട് സെൻട്രൽ ലൈൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ഈ ഒരു സെൻട്രൽ ലൈനും രണ്ടാമത്തേത് ബാക്കിലത്തേത് ഇങ്ങനെയുള്ള ഒരു സെൻട്രൽ ലൈനും. ഈ രണ്ട് സെൻട്രൽ ലൈനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിൽ കൂടുതൽ സെൻട്രൽ ലൈനുകളെ കുറിച്ചുള്ള പഠനമാണ് അഭ്യാസത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതായത് ഇതൊരു സെൻട്രൽ ലൈൻ ആണ് എങ്കിൽ നമ്മൾ ആളെ തിരിച്ചു നിർത്തിയാൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതൊരു സെൻട്രൽ ലൈനാണ്. ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സെൻട്രൽ ലൈനാണ്. ഇവിടെ കട്ടാക്കി കഴിഞ്ഞാൽ ഇതൊരു സെൻട്രൽ ലൈനാണ്. വീണ്ടും നമ്മൾ പറയുന്ന ഈ ഒരു സെൻട്രൽ ലൈൻ. അപ്പം 4 സെൻട്രൽ ലൈൻസ് ആയി. ഇനി ഇവരെങ്ങോട്ട് മൂവ് ചെയ്താൽ നോക്കേണ്ടത്, ഇപ്പം ഞങ്ങൾ തമ്മിൽ നേരെ ഫേസ് ടു ഫേസ് നിൽക്കുമ്പോൾ ഈ നിൽക്കുന്ന ആളുടെ ഈ സെൻട്രൽ ലൈൻ നമ്മുടെ സെൻട്രൽ ലൈന് സെയിം ആയിരിക്കണം. ഇതാണ് ഇതിൻ്റെ തിയറി. ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ സെൻട്രൽ ലൈനും ഇയാളുടെ സെൻട്രൽ ലൈനും കറക്റ്റ് ആയിരിക്കണം. ഇനി അദ്ദേഹം ഒന്ന് മൂവ് ചെയ്യുന്നു, വലത് കയ്യിൽ കയറ്റി വെക്കണം. ഈ കയറ്റി വെക്കുമ്പോൾ ഞാൻ നിൽക്കുന്ന പൊസിഷൻ എൻ്റെ സെൻട്രൽ ലൈൻ ഇവിടെയും ഇവിടുത്തെ സെൻട്രൽ ലൈൻ ഇങ്ങനെയാണ് വരിക. അപ്പം ഈ നിൽക്കുന്ന ആളുടെ സെൻട്രൽ ലൈൻ നേരെ വേണം നമ്മൾ നിൽക്കാൻ. മനസ്സിലായോ? കുറച്ചുകൂടെ ഒന്ന് തിരിഞ്ഞു വരിക, അടിക്കാനായിട്ട് വരിക. എന്തോ അപ്പം നമുക്ക് ഈ നിൽക്കുന്ന ആളുടെ സെൻട്രൽ ലൈനും നമ്മുടെ സെൻട്രൽ ലൈനും കറക്റ്റ് ആണെങ്കിൽ കുറച്ച് ഗുണങ്ങളുണ്ട്. അതാണ് പറഞ്ഞു വരുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കണം. അടി വരുന്ന സമയത്ത് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ നിന്ന് അടിക്കുന്നത്. വ്യക്തം മനസ്സിലായോ? ഞാനിവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ പ്രതീക്ഷയിൽ അടിയുടെ വെയിറ്റ് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും. മനസ്സിലായോ? അടിച്ച് ഇവിടെ ആയിരിക്കും വെയിറ്റ് വരിക. നല്ല വെയിറ്റ് വരുന്ന ഭാഗം ഇവിടെ ആയിരിക്കും. ഇപ്പം നമ്മുടെ സെൻട്രൽ ലൈൻ കറക്റ്റ് ചെയ്യാൻ നമ്മൾ ഇങ്ങോട്ട് മാറിയാൽ ഈ വെയിറ്റ് കഴിഞ്ഞ് വരുന്ന ഭാഗമേ നമുക്ക് തട്ടേണ്ടതുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇത് നമുക്ക് വരുമ്പോൾ നല്ല ഗുണമാണ്. കാരണം ഈ സെൻട്രൽ ലൈനിലുള്ള അറ്റാക്കുകളെല്ലാം തന്നെ അപകടം നിറഞ്ഞാണ്. കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഒരാൾ നേരെ നിൽക്കുന്നു, വളരെ അടുത്ത് കൊണ്ടുവരാം. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടും തള്ളിയാൽ ആളുടെ ബോഡി അങ്ങോട്ട് പോകും. റൈറ്റ്? ഇവിടുന്ന് ഇങ്ങോട്ട് തള്ളിയാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകും. എന്നാൽ നമ്മൾ സെൻട്രൽ ലൈൻ തള്ളിയ ആൾ മൊത്തത്തിലേ പോകും. റൈറ്റ്? അതാണ് സെൻട്രൽ ലൈൻ തിയറിയുടെ ഗുണം. അപ്പോൾ എവിടെ നിന്ന് നമുക്ക് അറ്റാക്ക് വരുന്നു അവിടെ നമുക്ക് കാലുകൾ അറേഞ്ച് ചെയ്യാനും കൈകൾ അറേഞ്ച് ചെയ്യാനും ഒക്കെ ഈ സെൻട്രൽ ലൈൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ഇടഞ്ഞൊരു അടി വരുന്നു, നമ്മൾ ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ കണ്ടോ ഈ കാലുകൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം, മേലിലോട്ട് ഉപയോഗിക്കാം, ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഉണ്ടോ? ഇതിനകത്ത് നമ്മൾ വളരെ സേഫ് ആയിരിക്കും. ഇങ്ങനെയാണ് സെൻട്രൽ ലൈൻ തിയറി ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പഞ്ച് വരുമ്പോൾ നമ്മൾ ഔട്ടറിലേക്ക് കയറി ചെയ്യുന്ന കുട്ടിക്ക് പഞ്ച് ചെയ്തു, നമ്മൾ മാറുന്നത് കണ്ടോ? മാറുമ്പോൾ ഇത് അതിൻ്റെ ഒരു സെൻട്രൽ ലൈനാണ്. ഇങ്ങൊരു സാങ്കല്പികമായ ലൈൻ സങ്കല്പിക്കുക. ഈ ലൈനിട്ടായിരിക്കും നമ്മൾ അറ്റാക്ക് ചെയ്യുക. അതായത് ഇത് കണ്ടോ കാലിൻ്റെ പൊസിഷൻ, ഇത് ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും. അത് മൊത്തത്തിൽ പോകുന്ന കേട്ടോ. ഓക്കെ, അടുത്തത് ഇത് നോക്കി, ഇതെവിടെ വരിക? ഇതായിരിക്കും വരിക. ഇനി എന്തിനാണ് ഇങ്ങനെ കൈ പിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അഥവാ ഈ കൈ കൊണ്ട് ഇയാൾ ഇവിടെ ഒരു പിച്ച് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ബ്ലോക്ക് ചെയ്യാം. എന്നിട്ട് നോക്കുക, പഞ്ച് വരെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കണ്ടോ ഇവിടെ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. ഇനി അഥവാ കൈ അവിടെ നിന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അറ്റാക്ക് ചെയ്ത് നമുക്ക് ഒടിക്കാൻ പറ്റും, പിടികിട്ടുക. അതിനായിട്ടാണ് കൈയുടെ ഈ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വെക്കുന്നത്. ക്ലിയർ ആയിട്ട് പിടികിട്ടുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് പഞ്ചിലും അല്ലെ നമ്മുടെ കളരിയിലെ കാര്യങ്ങളിലൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയാൽ എത്രമാത്രം വ്യത്യാസം ഉണ്ടാവും നോക്കിയേ. ഇതിൻ്റെ കുറച്ചുകൂടെ തിയറികൾ പറഞ്ഞുതരാൻ ശ്രദ്ധിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അവരുടെ തോളുകളിൽ കണ്ടോ 2 സ്റ്റിക്ക് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. കൈകൾ കറക്റ്റ് ആ സെൻട്രൽ ലൈനിലാണ് പിടിച്ചിരിക്കുന്നത്. മുന്നിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനാണ് ഈ പ്രാക്ടീസ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. ഇത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ എങ്ങനെയാണത് ബാലൻസ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. ഇതുപോലെ ഒരുപാട് ടെക്നിക്കുകൾ കൂടുന്നതാണ് വിങ് ചുൻ എന്ന് പറഞ്ഞ കുങ്ഫു എന്ന് പറയണത്. അപ്പോൾ ഇതിൽ ഓരോ മൂവ്സ് എതിരാളി ഇപ്പോൾ ഇങ്ങനെ നമ്മൾ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഒരു ചെറിയ ചെരിവിലൊക്കെ അല്ലെ ഒരു മുമ്പോട്ടുള്ള മൂവിലൊക്കെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് സെൻട്രൽ ലൈൻ കീപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വളരെ ശ്രദ്ധിക്കുക. വീണ്ടും ഇതേ സാധനം നമ്മൾ സെൻട്രൽ ലൈനിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കൈകളിരിക്കുന്ന പൊസിഷൻ വ്യക്തമായിട്ട് നോക്കുക. കൈകളിരിക്കുന്ന പൊസിഷൻ വ്യക്തമായിട്ട് നോക്കുക. ഇനിയിപ്പോൾ അതിനകത്ത് നമുക്ക് മൂവ് ചെയ്യുന്നുണ്ടോ? അത് കുറച്ചുകൂടെ വിശദമാക്കി നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രാക്ടീസ്, ഇപ്പോൾ ഒരു സ്റ്റിക്കാണ് നമ്മളിതിനകത്ത് വ്യക്തമായിട്ട് ഉപയോഗിക്കുന്നത്. ആ സ്റ്റിക്കിൽ അവർ മൂവ് ചെയ്യുന്നുണ്ടോ? ഇതേ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് നന്നായിരിക്കും.
ഇപ്പോൾ ഒരു സ്റ്റിക്കിനെതിരെ കണ്ടോ നമ്മൾ കൃത്യമായിട്ട് സെൻട്രൽ ലൈൻ മാറി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. നോക്കി കണ്ടോ, കാലുകളിൽ ചവിട്ടുമ്പോൾ ആൾ മടങ്ങി വീഴും. നമുക്ക് വലിയ സ്ട്രെയിനൊന്നും ഇല്ലാതെ നമുക്കിത് കൃത്യമായിട്ട് ചെയ്തു പോകാൻ പറ്റും. ഇത് നേരെ കയറി സെൻട്രൽ ലൈൻ ചെയ്യുവാണ് ചെയ്യുന്നത്. നമ്മൾ ക്രോസ് ബ്ലോക്ക് ചെയ്യുമല്ലോ, ക്രോസ് ബ്ലോക്ക് ചെയ്യുമ്പോൾ ക്രോസ് ബ്ലോക്കായിട്ടാണ് എല്ലാവരും പഠിപ്പിക്കണമെങ്കിലും നമ്മൾ ഈ സെൻട്രൽ ലൈൻ ഇവിടെ അതിൻ്റെ കൂടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയുള്ള സംഗതികളുണ്ടാവും. അതെങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, അടി വരുന്ന സമയത്ത് നോക്കി അടിക്കുന്നു, നമ്മൾ ഇയാളുടെ സെൻട്രൽ ലൈനിലേക്ക് കയറി നിൽക്കുന്നു. ക്ലിയർ? ഈ സെൻട്രൽ ലൈൻ നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം, ക്രോസ് ബ്ലോക്ക് ചെയ്യാം. ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള അറ്റാക്കുകളൊക്കെ ഭയങ്കര അപകടമായിട്ട് കിട്ടുന്നുണ്ടോ. ഓക്കെ, ഇനി ഇത് തന്നെ നോക്കി, നമ്മളിപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ സെൻട്രൽ ലൈനിലേക്ക് മാറി നിൽക്കുന്നു. കണ്ടോ, ഇവിടെ ക്രോസ് വരുന്നു. അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാം, ഈ വടി നേരെ പിടിച്ചുകൊണ്ട് എടുക്കാം. ഒന്നുകൂടെ ശ്രദ്ധിക്കാം, ജസ്റ്റ് ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ. ഈ ബ്ലോക്ക് ചെയ്യുമ്പോൾ വടി നമ്മുടെ കൈക്കകത്ത് എത്തിക്കും. കണ്ടോ, ഇത് നമ്മുടെ ഷോൾഡർ കൂട്ട് നമ്മൾ വലിച്ചു ചെന്ന് പറ്റും, നമ്മുടെ കയ്യിലേക്ക് വരും, നമുക്ക് അടുത്ത് അറ്റാക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഇതെല്ലാം ഈ സെൻട്രൽ ലൈനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നേരെ ഒരു കുത്ത് വരുന്നു, നമ്മൾ മാറി. കണ്ടോ, ഒന്നുകൂടെ നമ്മൾ മാറുന്ന നോക്കി, എന്താ ഈ പൊസിഷനിൽ നിന്ന് മാറുക ചെയ്യേണ്ടത്. അപ്പം നമ്മൾ നിൽക്കുന്ന എവിടെയാ, കണ്ടോ, ഈ സെൻട്രൽ ലൈൻ അനുസരിച്ചാണ്. ഇനി എൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നോക്ക്, കണ്ടോ, ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്, നമുക്ക് വടിയും ചെയ്യാം, വടി ഈസി ആയിട്ട് കിട്ടും. ക്ലിയർ? ഇവിടെ നമ്മൾ ചെയ്ത സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നടക്കും. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പഞ്ചസ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള കിക്സ്, ഇതെല്ലാം നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും. ഈ സെൻട്രൽ ലൈൻ തിരി എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏത് അഭ്യാസത്തിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. എത്ര വലിയ ഒപ്പോണൻറ്റും തല കീഴായിട്ട് വീഴുന്ന ഒരു ടെക്നിക്കാണ് ഈ പറയുന്ന സെൻട്രൽ ലൈൻ തിരി. അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണേ വിങ് ചുൻ എന്ന് പറഞ്ഞ കുങ്ഫു കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടും. അതായത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ലൊരു ഫൈറ്റർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും വിങ് ചുൻ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.